ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടേക്ക് ടച്ച് 2-ൽ പ്ലേ ബാക്ക് സെക്ഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ പ്ലേ ബാക്ക് സെക്ഷൻ. ഈ ഫീഡർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 10 പ്ലേ ബാക്ക് സെക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു 10 പ്ലേ ബാക്ക് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് LED പാർ പേ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, LED പാറുണ്ട്, ഒരു ഷാർപ്പി ഉണ്ട്, 4 ബ്ലൈൻഡർ ഉണ്ട്. നമുക്കിത് വെച്ചാണ് നമ്മൾ പ്ലേ ബാക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്ലേ ബാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ലൈവ് ഷോയിൽ നമ്മൾ പ്ലേ ബാക്ക് ഫെയ്ഡർ, ഈ സോപ്പ് ബട്ടൺ, ഫ്ലാഷ് ബട്ടൺ, ഇതിൽ റിലീസ് എങ്ങനെ ചെയ്യും, ഇതെങ്ങനെ സേവ് ചെയ്യും എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നമ്മുടെ ഫെയ്ഡർ, പ്ലേ ബാക്ക് ഫെയ്ഡർ ഉണ്ടോ, ഇത് നമ്മുടെ സോപ്പ് കീ, ഈ ബ്ലൂ ബട്ടൺ സോപ്പ് കീ എന്ന് പറയും. സോപ്പ് കീ ബട്ടൺ, ഈ ഗ്രേ ബട്ടൺ വന്നിട്ട് ഫ്ലാഷ് ബട്ടൺ. ഞാൻ ഓൾറെഡി ഇപ്പം കുറച്ച് ലൈറ്റൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. പ്ലേ ബാക്ക് ഫെയ്ഡർ എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം കേട്ടോ. പ്ലേ ബാക്ക് ഫെയ്ഡർ, ഇപ്പം നമ്മളൊരു ലൈറ്റ് നമ്മുടെ ഒരു നമ്മുടെ ഈ പ്ലേ ബാക്ക് ഫെയ്ഡർ ഒന്നിൽ നമ്മൾ സേവ് ചെയ്തു. അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഫെയ്ഡർ നമ്മൾ ഉയർത്തുമ്പോൾ ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും, ബ്രൈറ്റ്നെസ് കൂടും. തുറന്നു നോക്കണം, കണ്ടോ, ഇൻറ്റൻസിറ്റി കൂടും. ഇതൊരു HTP പ്രോഗ്രാമിലാണ് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണം, നമ്മൾ എത്രത്തോളം ഫെയ്ഡർ പൊക്കോ അത്രത്തോളം വെളിച്ചം ഇങ്ങനെ തെളിഞ്ഞ് വരും. കണ്ടോ, എത്രത്തോളം നമ്മൾ ഫെയ്ഡർ പൊക്കോ അത്രത്തോളം വെളിച്ചം. അടുത്തായി നമുക്ക് ഈ ബ്ലൂ ബട്ടണും ഈ ഗ്രേ ബട്ടണും എങ്ങനെ പ്രവർത്തിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, നമ്മളൊരു കളർ, ഒരു ഗ്രീൻ ഇങ്ങനെ പൊക്കി വെച്ചു. ഓക്കെ, ഇത് ഫെയ്ഡർ. ഇനി നമുക്ക് ഫ്ലാഷ് കീയിൽ എങ്ങനെയും കത്തിക്കാം. കണ്ടോ, ഒരു പ്രസ്സിൽ കത്തിക്കാം. അതുപോലെ ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്താലും കത്തും. ഈ ബ്ലൂ ബട്ടണും ഫ്ലാഷ് ബട്ടണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു റെഡ് ഇങ്ങനെ പൊക്കി. ഓക്കെ, നമ്മൾ ഈ ഗ്രേ ബട്ടൺ കണ്ടോ, കൈ എടുക്കുമ്പോൾ റെഡ് ആവും. ഓക്കെ, പക്ഷേ നമ്മൾ ഇപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സോപ്പ് ബട്ടൺ കാണിക്കാൻ ഒരു ബ്ലൈൻഡർ കൂടെ കത്തിച്ചേ, ഒരു ബ്ലൈൻഡർ കൂടെ. അടുത്ത് നമ്മൾ ഒരു കണ്ടോ, ഇത് കത്തിച്ചു കണ്ടോ. ഇപ്പോൾ ഈ സോപ്പ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൈൻഡറാണ് കത്തിക്കാൻ പോകുന്നത്. ബ്ലൈൻഡർ ഇങ്ങനെ കത്തിച്ചു, ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്താൽ കണ്ടോ, സോപ്പ് കീ. നമ്മൾ ഈ സോപ്പ് കീ മുകളിൽ പ്രസ് ചെയ്താൽ ബാക്കി ഇതിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ലൈറ്റും ബ്ലാക്ക് ഔട്ട് ആവും. ഈ ലൈറ്റ് നമ്മുടെ ഈ ഫെയ്ഡറിലെ ഈ ബ്ലൈൻഡർ മാത്രമേ കത്തത്തുള്ളൂ. കണ്ടോ, റിലീസ് ചെയ്യും. അത് കൈ വിടുമ്പോൾ ബാക്കിയെല്ലാം വരും, ഒരു ബ്ലാക്ക് ഔട്ട് പോലെ പ്രവർത്തിക്കും. ഉദാഹരണം, ലൈവ് ഷോയിലൊക്കെ നമുക്കൊരു പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്നൊരു പഞ്ച് പോലെ കണ്ടോ, പെട്ടെന്നൊരു ഫ്ലിക്കറൊക്കെ വന്നിട്ട്, ഉദാഹരണം ഒരു ഫ്ലിക്കർ വന്നിട്ട് വീണ്ടും ഫ്ലിക്കർ കണ്ടോ. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നമുക്ക് ഈ സോപ്പ് കീ ബട്ടൺ നമുക്ക് ഒരു അത്യാവശ്യമാണ് കേട്ടോ. ഇതൊരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ് നമ്മൾ ഈ സോപ്പ് കീ ബട്ടണും ഈ ഫ്ലാഷ് കീ ബട്ടണും. ഇപ്പോൾ നമ്മുടെ പ്ലേ ബാക്കിൽ നമ്മൾ സീനൊക്കെ സേവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, റിലീസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിലീസ് ഫങ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കിപ്പം കാണിക്കാം. ഞാൻ ഈ 4 5 ഓരോ റെഡ് LED പാറിൽ റെഡ് കൊടുത്തിട്ടുണ്ട്, LED പാറിൽ ഗ്രീന്. അപ്പോൾ ഞാൻ ആദ്യം റെഡ് പൊക്കി. ഓക്കെ, അടുത്ത് ഞാൻ 5ാമത്തെ പൊക്കാൻ വേണം, ഫെയ്ഡർ പൊക്കാൻ പോവുകയാണേ. നോക്കിക്കോണേ, എൻ്റെ മാറ്റം നിങ്ങൾ നോക്കിക്കോണേ. കണ്ടോ, ടക്കനെ ഫെയ്ഡർ ഇത്ര ആയപ്പോൾ തന്നെ ടക്കനെ ഗ്രീനായി. ഓക്കെ, ഞാൻ എന്നിട്ട് ഈ 5 താഴ്ത്താലും ഗ്രീൻ ഓഫ് ആവുന്നില്ല. കണ്ടോ, അടുത്ത് വീണ്ടും അത് റെഡ് പൊക്കിയോ ടക്കനൊക്കെ റെഡ് ആവും. പക്ഷേ റെഡ് താഴ്ത്തിയാൽ റിലീസ്, നമുക്ക് ആ കളർ മാറുന്നില്ല, ആ കളർ തന്നെ നിൽക്കുന്നുണ്ട്. അത് ഈ നമ്മൾ കാണാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇത് HTP ആ ഒരു സിസ്റ്റം വെച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടി നമുക്ക് റിലീസ്. അപ്പോൾ ഞാൻ റിലീസിന് വേണ്ടി ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
LED ബാർ റെഡ് കത്തി. ഓക്കെ, അടുത്ത് ഞാൻ ഗ്രീന് കത്തിക്കാൻ പോകുന്നത്. ഗ്രീനിന് പതിയെ കത്തി 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 കണ്ടോ. ഓക്കെ, എന്നിട്ടേ റെഡ് ഓഫ് ആവുള്ളൂ. ഉദാഹരണം നമ്മൾ ഗ്രീൻ ഓഫ് ചെയ്യണമെങ്കിൽ പഴയ റെഡിലേക്ക് തന്നെ പോകും. കണ്ടോ, ഈ ഫങ്ഷനൊക്കെ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഈ ഭരതനാട്യം അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നമുക്കൊരു ചെറിയ ഫേഡ് കളർ കൊടുക്കാനും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഔട്ട് പോലെ ഒരു പെട്ടെന്നൊരു വെട്ടൽ വരും. അത് ക്യാമറയിലൊക്കെ പെട്ടെന്ന് അത് ഫീൽ ചെയ്യും. കണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കത്തി വന്നുണ്ട് ഒരു ഫെയ്ഡ് പോലെ പോകും. ഞാൻ ഓഫ് ചെയ്യാം. കണ്ടോ, വേണമെങ്കിൽ അത് കുറയ്ക്കാം. ഇപ്പോൾ ഈ 3 വെച്ച് നമുക്കൊരു കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. RGB ആണ്. RGB വെച്ച് നമ്മൾക്ക് ഇതിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് കളറിൻ്റെ വ്യത്യാസം നമ്മുടെ സ്റ്റേജിൽ അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളെ റിലീസ്. അപ്പോൾ ഈ റിലീസ് എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ 3 ബട്ടണിലും ഉണ്ടോ, ഈ 3 ബട്ടണും ശരിയ രീതിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഈ 5 വരുമ്പോൾ കളർ മാറുന്നില്ല. ഈ 4ഉം 5ഉം ഇതേപോലെ റെഡിയാക്കണം. അതിനുവേണ്ടി നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, 4ാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ ഫെയ്ഡറിൽ ഈ മോഡ് ഫെയ്ഡ് ടു ഫെയ്ഡർ ആക്കണം. അതേപോലെ ഇതിലും മോഡ് ഫെയ്ഡ് ടു ഫെയ്ഡർ. ഓക്കെ, എക്സിറ്റ് ക്ലിയർ. ഇനി നമ്മൾ 4 പൊക്കി, 5ാമത്തെ കണ്ടോ. ഓക്കെ, ഇതാണ് മോഡ് ഫങ്ഷൻ കേട്ടോ. LED ബാറൊക്കെ വരുമ്പോൾ ഈ മോഡ് ഫങ്ഷൻ. ഇനി നമ്മുടെ LED ബാർ ലൊക്കേറ്റ് ചെയ്ത് ഒരു കളർ കൊടുത്തു. ഒരു കളർ റെക്കോർഡ് പിക്ചർ മോഡിൽ നമ്മുടെ ഇവിടെ സേവ് ചെയ്തു. ഗ്രീന്, ബ്ലൂ, 3 കളർ ആഡ് ചെയ്തു. ഇനി നമുക്കൊരു ഒരു ഫ്ലിക്കർ വേണം. വീണ്ടും LED ബാർ കൊടുത്തു. സ്ട്രോബ് ഒരു ഫുൾ കൊടുത്തു. ഈ സ്ട്രോബ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പിക്ചർ മോഡൽ ചാനൽ മോഡൽ നമ്മൾ ഈ 10 സേവ് ചെയ്തു. ഓക്കെ, എക്സിറ്റ് ക്ലിയർ അടിച്ചു. ഫേഡർ ഓക്കെ, ഫ്ലിക്കർ ഓൺ ആവുന്നുണ്ട്. ഫേഡർ താത്തി, ഫ്ലിക്കർ ഓഫായി. ഓക്കെ, ഇനി നമ്മൾ ഈ LED ബാറിലെ ഈ കളർ കയറ്റാണേ, ഗ്രീൻ. ഓക്കെ, നമ്മൾ ഫ്ലിക്കർ കത്തിക്കാം. പക്ഷേ താഴ്ത്തിയ ഫ്ലിക്കർ ഓഫ് ആവില്ല. കണ്ടോ, ഇത് നമ്മൾ ചില ലൈവ് ഷോയിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഇത് കയറ്റി ഇത് പിടിച്ചു, ഫ്ലിക്കർ ഓഫ് ആവുന്നില്ല. നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓഫ് ആവും. പക്ഷെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ ഉദാഹരണം ഫ്ലാഷ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിടുമ്പോൾ ഫ്ലിക്കർ ഓഫ് ആവണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രസ് ചെയ്യേണ്ടി വരും. കണ്ടോ, കുറച്ച് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓപ്ഷൻ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, സ്റ്റോപ്പ് കീ പ്രസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ റിലീസ്. കണ്ടോ, റിലീസിൽ നമ്മൾ ഈ റിലീസ് മാസ്ക്, ഇവിടെ നമ്മൾ മാസ്ക് സോഴ്സ് ഗ്ലോബലിൽ ഇൻറ്റൻസിറ്റിയും കളറും സെലക്ട് ചെയ്തു. റിലീസ് ടൈം നമ്മളൊരു 0 എൻ്റർ അടിച്ചു. 0 സെക്കൻഡിൽ എൻ്റർ അടിച്ചു. എക്സിറ്റ് ക്ലിയർ. വീണ്ടും ഫേഡർ പൊക്കി ഫ്ലിക്കർ എടുത്തു. കണ്ടോ, ഫ്ലിക്കർ എടുത്തു. ഓക്കെ, സ്റ്റോപ്പ് കീ പ്രസ് ചെയ്താലും കണ്ടോ, ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റിലീസ് ഫങ്ഷൻ. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഓപ്ഷൻ കീ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ കീ പ്രസ് ചെയ്ത് നമ്മുടെ ഈ ഹാൻഡിൽ, പ്ലേ ബാക്ക്, ടൈംസ്, ഫേഡർ, ഇതൊക്കെ നമ്മളെ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും ഓരോ ഫങ്ഷനനുസരിച്ച്. ഓക്കെ, അടുത്ത് നമ്മൾ വേറൊരു പ്ലേ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചേസ് സേവ് ചെയ്യാം. നമുക്ക് ഒരു LED ചേസ് കൊടുക്കാം. ലൊക്കേറ്റ് പ്രസ് ചെയ്തു, കളർ കൊടുത്തു. റെക്കോർഡിൽ ചേസ് കൊടുത്തിട്ട് നമ്മൾ 9 ഉണ്ട്. നമ്മൾ RGB ഒരു ചേസോ
ഇതാണ് നമ്മുടെ ചേസ്. കണ്ടോ സ്പീഡ് നമ്മൾ കൂട്ടിയിട്ട് ഒരു സ്പീഡ് ഇത്രയും വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലേ ചെയ്യുമ്പോൾ ആ സ്പീഡിനായിരിക്കും. കണ്ടോ, ഇതൊരു ചേസ് പ്ലേ ബാക്കാണ്. അടുത്ത് നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കും. ഷേപ്പിന് വേണ്ടി നമ്മൾ ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്യുക. ടോപ്പ് ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്ത് ഒരു പൊസിഷൻ കൊടുത്തു. ഈ പൊസിഷനിൽ നമുക്ക് ഒരു ഡിമ്മർ കൊടുക്കാം. ഷേപ്പിനായിട്ട് ക്രിയേറ്റ് ഡിമ്മർ പസിൽ 10 ഡയറക്ഷനിൽ കരുതും. ഓക്കെ, സ്പീഡ് വന്നിട്ടൊരു ഇതായിട്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഷേപ്പ് നമുക്ക് പ്ലേ ബാക്കിൽ സേവ് ചെയ്യണേ. റെക്കോർഡ് നമ്മൾ 8 സേവ് ചെയ്യും. ഓക്കെ, എക്സിറ്റ് ക്ലിയർ. കണ്ടോ, നമ്മൾ ഇവിടുന്ന് നമ്മൾ പതിയെ ഫേഡർ പൊക്കിയ ഇൻറ്റൻസിറ്റി കുറച്ചേ ഉള്ളൂ, എന്താ വെളിച്ചം കുറച്ചേ ഉള്ളൂ. നമ്മൾ ഫുള്ള് പൊക്കിയാൽ മാത്രമേ ഫുൾ ബ്രൈറ്റ്നെസ് വരുള്ളൂ. നമ്മൾ പെട്ടെന്ന് കൊടുക്കേണ്ടി വരും. ഉണ്ടോ, ഇത്രയൊക്കെ ഇരുന്ന് വെട്ടം കുറവായിരിക്കും. ഇത്രയായിരിക്കും. ഇപ്പം നമ്മൾ സ്പീഡും അതേപോലെ ഇപ്പോൾ ചെറുതായിട്ട് ഫേഡർ പൊക്കുമ്പോൾ തന്നെ ഉണ്ടോ ഫുൾ സ്പീഡ് വരെയാണ്. നമുക്ക് ഫുൾ സ്പീഡ് നമ്മൾ ചെയ്താൽ ഫുൾ സ്പീഡ് വരും. നമുക്ക് ഈ സെയിം ഫങ്ഷൻ ഫേഡർ ഇങ്ങനെ പൊക്കുമ്പോൾ ഫുൾ ഇൻറ്റൻസിറ്റി വരണം, പക്ഷേ പതിയെ റൺ ആവണം. ഓക്കെ, ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്തു, പൊസിഷൻ കൊടുത്തു, ഷേപ്പ് ക്രിയേറ്റ് ഡിമ്മർ പസിൽ 10 കൊടുത്തു, ഡയറക്ഷൻ കൊടുത്തു, സ്പീഡ് 0.5 കൊടുത്തു. ഈ സ്പീഡ് ഇത്ര സ്പീഡ് വെച്ചാൽ നമ്മളിതിനെ സേവ് ചെയ്യണേ. ഇനി റെക്കോർഡ് പ്രസ് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ, കണ്ടല്ലോ. ഇനി നമുക്കിത് പതിയെ ഫേഡർ പതിയെ പൊക്കുമ്പോൾ ഫുൾ ഇൻറ്റൻസിറ്റിയും വരണം, പക്ഷെ പതിയെ ഫേഡർ പൊക്കുന്നതനുസരിച്ച് സ്പീഡ് കൂടി വരണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു, ഫേഡർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ എഫക്റ്റ് ഉണ്ടോ, എഫക്റ്റിൽ നമ്മൾ ഓൺ ഫേഡർ ആക്കണം. ഓൺ ഫേഡർ ഈ LTP ഫിക്സ്ഡ് എന്നാക്കാം. എൻ്റർ അടിച്ചിട്ട് എക്സിറ്റ് ക്ലിയർ വെച്ചിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഫുൾ ബ്രൈറ്റ്നെസ് ആണ്. ഈ ചെറിയ ഇതിൽ തന്നെ ഫുൾ ബ്രൈറ്റ്നെസ് ആണ്, പക്ഷേ സ്പീഡ് കുറവ്. കണ്ടോ, നമ്മുടെ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഓക്കെ ഇവിടെ നമുക്ക് പാലറ്റിൽ കളറൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്ലേ ബാക്കിൽ നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. സീനായാലും ചേസായാലും ക്യൂ ലിസ്റ്റ് ആയാലും എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂ ലിസ്റ്റ് റെക്കോർഡ് ഈ ക്യൂ ലിസ്റ്റിൽ നമ്മളങ്ങനെ പ്രോഗ്രാം സേവ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.